നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള CPO പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വിചാരിക്കുന്നുണ്ട്. പ്രൊവിഷണൽ ആൻസർ കീ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചില ചോദ്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡിലീഷൻ വരാനോ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നമുക്കത് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം. നമുക്കിപ്പോൾ ഇത് നോക്കാം. ആദ്യത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 ആണ് ശരിയായിട്ടുള്ളത്. 1809 കുണ്ടറ വിളംബരം നടത്തിയെന്നത് മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതാരുമായി ബന്ധപ്പെട്ടതാണ്? എഴുത്തമ്പി ദളവുമായി ബന്ധപ്പെട്ടതാണ്. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി എന്നത് ശരിയാണ്. അതുപോലെ തന്നെ തൃപ്പടിദാനം നടത്തിയ രാജാവ് എന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. 1721 ആറ്റിങ്ങൽ കലാപം നയിച്ച രാജാവ് എന്നത് തെറ്റാണ്. ആറ്റിങ്ങൽ കലാപം ഒരു സംഘടിത കലാപമായിരുന്നു, പക്ഷെ അത് നയിച്ചത് മാർത്താണ്ഡവർമ്മയൊന്നല്ല. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സി. ദെൻ 2, ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവം കറുപ്പ് യുദ്ധമാണ്. ചൈനയും ബ്രിട്ടനും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് കറുപ്പ് യുദ്ധം. അപ്പോൾ അത് നോക്കി വയ്ക്കുക. കറുപ്പ് യുദ്ധം ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ 3, പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടി ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ചൈനയുമാണ്. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയും. ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യക്ക് വേണ്ടിയിട്ട്. ദെൻ 4ാമത്തെ ചോദ്യം, MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഏത്? MT വാസുദേവൻ നായർക്ക് മരണാനന്തരം ലഭിച്ച ബഹുമതി ഓപ്ഷൻ സി ആണ്, പത്മവിഭൂഷണാണ്. ദെൻ 5, ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 1, 3, 4 1945 ഒക്ടോബർ 24 നിലവിൽ വന്നത്. നോർവേക്കാരനായ ട്രെഗിലി ആണ് ആദ്യ സെക്രട്ടറി ജനറൽ. ദെൻ 2ാം ലോക യുദ്ധത്തിനു ശേഷം നിലവിൽ വന്ന സംഘടനയാണിത്. ദെൻ 1949 നവംബർ 26 നിലവിൽ വന്നത് എന്നത് തെറ്റാണ്. നമുക്കറിയാം 1ഉം 2ഉം കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്നാവും അതിൽ ശരി തന്നെ നമുക്കറിയാം. ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2. നമുക്കറിയാം 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം നിലവിൽ വന്നൊരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ രൂപപ്പെട്ടതാണ് 1945 ഒക്ടോബർ 24. ദെൻ 6ാമത്തെ ചോദ്യം നോക്കാം. 1857 നടന്ന 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. 1857 നടന്ന 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവനയാണ് കേട്ടോ. അപ്പോൾ മംഗൽ പാണ്ഡെയായിരുന്നു ആദ്യ രക്തസാക്ഷി. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹിന്ദു മുസ്ലിം ഐക്യം സമരത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു. അതും ശരിയാണ്. കലാപശേഷം ഇന്ത്യയുടെ ഭരണ ചുമതല ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്തു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആയിരിക്കും തെറ്റ്. 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഝാൻസിയിലാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയിലും ഇതേപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1ാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മറ്റൊരു സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞിട്ട്, സൂറത്തിലായിരുന്നു പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ 1ാം സ്വാതന്ത്ര്യ സമരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്, നമുക്കറിയാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വെച്ചോളാം. 1ാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് മീററ്റിലാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് ഏതൊക്കെ ഭാഗങ്ങളിലാണ് നേതൃത്വം നൽകിയത് എന്നൊക്കെ നോക്കി വയ്ക്കുക. ഝാൻസിയിൽ ഝാൻസി റാണിയായിരുന്നു. അതുപോലെ കാൺപൂർ, ലക്നൗ അങ്ങനത്തെ ഭാഗങ്ങൾ, ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, അങ്ങനത്തെ പ്രധാനപ്പെട്ട ഏരിയാസിൽ ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് എന്നുള്ളത് നിങ്ങൾ നോക്കി വയ്ക്കുക. 7ാമത്തെ ചോദ്യം നോക്കാം. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേര് ക്രമമായ താപനഷ്ട നിരക്ക് എന്നാണ്. ട്രോപ്പോസ്ഫിയറിലെ ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയുന്ന പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്രമമായ താപനഷ്ട നിരക്ക്. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ. ദെൻ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർക്കുനേർ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വാവു വേലിയാണ് കേട്ടോ. ഭൂമിയും ചന്ദ്രനും സൂര്യനും നേർക്കുനേർ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏത്? വാവു വേലി. ദെൻ 9, സുബൻസിരി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ് സുബൻസിരി. അപ്പോൾ നമുക്കറിയാം ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിലൂടെയാണ് ഇന്ത്യയിലോട്ട് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അരുണാചൽ പ്രദേശ് കഴിഞ്ഞ് ആസാമിലൂടെ ഒരുപാട് ദൂരം ഒഴുകുന്നുണ്ട്. അപ്പോൾ ആസാമിലെത്തുമ്പോഴാണ് ബ്രഹ്മപുത്രയ്ക്ക് ആ പേര് കൈവരുന്നത്. ദെൻ ടിബറ്റിലും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിലൊക്കെ ബ്രഹ്മപുത്രയ്ക്ക് മറ്റ് പേരുകളാണ്. അപ്പോൾ ആ പേരുകളും അതുപോലെ തന്നെ പ്രധാന പോഷക നദികളും ഒക്കെ നോക്കി വയ്ക്കുക. ദെൻ കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രം ഓപ്ഷൻ സി ആണ്, നീലഗിരി. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജൈവ മണ്ഡല കേന്ദ്രമാണ് ഓപ്ഷൻ സി, നീലഗിരി. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ തന്നെ
മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു, പൂർവ്വഘട്ടവും പശ്ചിമഘട്ടവും തമ്മിൽ യോജിക്കുന്ന സ്ഥലം ഏതെന്ന്. ഓപ്ഷൻ നീലഗിരി തന്നെയാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ നീലഗിരിയെ പറ്റി 2 ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. ദെൻ 11, തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ പറയുന്ന പേര് സിറസ് മേഘങ്ങളാണ്. തൂവൽ രൂപത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ സിറസ് മേഘങ്ങൾ. ദെൻ ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ദെൻ 13, താഴെ തന്നിരിക്കുന്ന ദത്തങ്ങളിൽ നിന്ന് മധ്യാങ്കം മീഡിയൻ കണക്കാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. 32 ആണ് തന്നിരിക്കുന്നതിലെ ഓപ്ഷൻസ് കേട്ടോ. ദെൻ 14, ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കൃഷോന്നതി യോജനയിൽ കുട പദ്ധതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ സി ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. 1, 3, 4. മിഷൻ ഫോർ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ MIDH. ദെൻ അതുപോലെ തന്നെ നാഷണൽ മിഷൻ ഫോർ സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ NMSA. ദെൻ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ NFSM എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. രാഷ്ട്രീയ കൃഷി വികാസ് യോജന ഇതിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. ദെൻ 15ാമത്തെ ചോദ്യം നോക്കാം. ഇസ്രയേൽ ഹമാസ് സംഘർഷ മേഖലയിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചു വരാനുള്ള ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഓപ്പറേഷൻ അജയ് എന്നാണ്. അപ്പോൾ ഇതേപോലെ ഈ അടുത്ത് നടന്നിട്ടുള്ള പല രാജ്യങ്ങളിലും നടന്നിട്ടുള്ള സംഘർഷങ്ങൾ, അതുപോലെ തന്നെ ഭൂമികുലുക്കം, അവിടെ നിന്നൊക്കെ ഇന്ത്യ കുറേ ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാനും അതേപോലെ അവിടുത്തെ സഹായത്തിനും ഒക്കെ വേണ്ടിയിട്ട്. ആ ഓപ്പറേഷനുകളൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. ദെൻ 16, 2022-23 ബഡ്ജറ്റിലെ സുപ്രധാന പദ്ധതിയായ PM ഗതിശക്തിയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ശരിയാണ് എന്നാണ് ചോദ്യം. PM ഗതിശക്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1-2 ചോദ്യ പേപ്പറിലായിട്ട് ഈ ചോദ്യം സ്ഥിരമായിട്ട് ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ ഗതിശക്തിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ A ആണ്. 1, 2, 4 ശരി. 1, സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനത്തിനും വേണ്ടിയുള്ള പരിവർത്തന സമീപനമാണ്. ഇന്ത്യൻ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന 16 മന്ത്രാലയങ്ങളും വകുപ്പുകളും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ദെൻ 4ാമത്തേത് റെയിൽവേ, റോഡ് ഗതാഗതം, ജലപാതകൾ തുടങ്ങി വിവിധ മേഖലകൾ കൂട്ടിയിണക്കിയിട്ടുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റിയാണ് ലക്ഷ്യം. അപ്പോൾ 16ൻ്റെ ഓപ്ഷൻ A. ദെൻ 17, താഴെ തന്നിരിക്കുന്ന RBIയുടെ പോളിസി കരുതൽ അനുപാത നിരക്കുകളിൽ 2023 ഒക്ടോബർ പ്രകാരം തെറ്റായത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്. ബാങ്ക് നിരക്ക് 5.25. 2023 ഒക്ടോബർ പ്രകാരം ഇതാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. റിപ്പോ നിരക്ക് 6.50, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി നിരക്ക് 6.75, ക്യാഷ് റിസർവ് റേഷ്യോ 4.50. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ റിപ്പോ നിരക്ക് ഈയിടയ്ക്ക് കുറച്ചിട്ടുണ്ട്. 2 തവണ അടുപ്പിച്ച് 2 തവണ കുറച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി വയ്ക്കുക. റിപ്പോ നിരക്ക് എത്രയാണെന്നൊക്കെ ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. 18, പഞ്ചാബ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് കമ്പോളത്തിലെത്തിക്കുന്നതിന് പറയുന്ന പേര് അപ്നി മാണ്ടിയാണ്. അപ്നി മാണ്ടി. ഓപ്ഷൻ സി ആണ് കേട്ടോ. ദെൻ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. താൽക്കാലിക അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ സച്ചിദാനന്ദ സിൻഹയാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ആ ഓപ്ഷൻ നമുക്ക് തന്നിട്ടില്ല. ദെൻ ഇവിടെ തന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ അഥവാ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു, ഭരണഘടനയുടെ ശില്പി BR അംബേദ്കർ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ, ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോളാം. 20ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അനുച്ഛേദം 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ അനുച്ഛേദം 32. ദെൻ ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണെന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? ഓപ്ഷൻ A 42. 42ാമത്തെ ഭരണഘടനാ ഭേദഗതി ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു ഭരണഘടനാ ഭേദഗതിയാണ്. 1976 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഈ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ശ്രദ്ധിച്ചു വെച്ചോളാം. ദെൻ മൗലിക ചുമതലകൾ നമ്മൾ പറഞ്ഞു. മൗലിക അവകാശത്തിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കിയ ഭേദഗതി ഏതെന്നാണ് ചോദ്യമെങ്കിൽ ഓപ്ഷൻ ബി 44 ആണ് വരിക കേട്ടോ. ദെൻ 22ാമത്തെ നമുക്ക് നോക്കാം. രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. രാജ്യസഭയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഓപ്ഷൻ ഡി ആണ്. ഇവിടെ തന്നിരിക്കുന്നതൊക്കെ ശരിയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ്. രാജ്യസഭയിൽ 250 അംഗങ്ങളാണുള്ളത്. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഈ 3ഉം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ കഴിഞ്ഞ ഒരു ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടതാണ്
ഉപരാഷ്ട്രപതിയെക്കുറിച്ചുള്ള ചോദ്യം വന്നിരുന്നു. ആ സമയത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സ്റ്റേറ്റ്മെൻ്റായിട്ട് തന്നിട്ടുള്ളത്, ശ്രദ്ധിച്ചു വയ്ക്കുക. 23ാമത്തെ ചോദ്യം, പ്രാദേശിക ഗവൺമെൻറ്റുകൾ ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾ പെടുന്നത്, സ്റ്റേറ്റ് ലിസ്റ്റ്. ദെൻ 24, സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഓപ്ഷൻ ബി രാഷ്ട്രപതി. സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ ബി രാഷ്ട്രപതിക്ക് വേണ്ടിയിട്ടാണ്. ദെൻ 25, നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്. ഓപ്ഷൻ സി ആണ് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്. ഐറിഷ് ഭരണഘടനയാണ്. നിർദ്ദേശക തത്വങ്ങൾ കോടതിയിൽ ജസ്റ്റിഷ്യബിൾ അല്ല എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. 26, ഇന്ത്യയിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു. ഓപ്ഷൻ ബി സുകുമാർ സെൻ ആണ് കേട്ടോ, സുകുമാർ സെൻ. 27, ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം ഏതാണ്. ചെനാബ് പാലം. ഈയിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ചെനാബ് പാലമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽവേ പാലം. ദെൻ 28, സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ്. സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രതിഭാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്. ഓപ്ഷൻ ഡി ട്രാൻസ്ജെൻഡറുകളാണ്. ട്രാൻസ്ജെൻഡറുകൾക്കാണ് പ്രതിഭാ പദ്ധതിയുടെ ഗുണം ലഭിക്കുന്നത്. ദെൻ 29, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ്. ഓപ്ഷൻ എ മുഖ്യമന്ത്രി. റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. ദെൻ 30, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഡാഷ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ്, സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പും ഇപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ, പാർലമെൻറ്റിലെ തിരഞ്ഞെടുപ്പ്, ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നത് ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മാത്രമാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നത്. ദെൻ 31, ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിൽ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ താരം. ഓപ്ഷൻ എ ആശാ ശോഭനയാണ്. ദെൻ 32, എംഫിസീമ ഏത് അവയവത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ്. ഓപ്ഷൻ എ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ജീവിതശൈലി രോഗമാണ് എംഫിസീമ. ദെൻ 33, ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്. ഓപ്ഷൻ എ മെലാറ്റോണിനാണ്. ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും താളക്രമം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ മെലാറ്റോണിൻ. ദെൻ 34, തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു ഏതാണ്. ഓപ്ഷൻ സി അയോഡിൻ ആണ്. തൈറോയിഡിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന ധാതു അയോഡിൻ. ദെൻ 35, രോഗങ്ങളും അവയുടെ രോഗാണുക്കളും തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡിയാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് നോക്കാം. പ്രോട്ടോസോവ മലമ്പനിയാണ്, ശരിയാണ്. ബാക്ടീരിയ ക്ഷയം, അതുപോലെ തന്നെ ഫംഗസ് വട്ടച്ചോറി, അതൊക്കെ ശരിയാണ്. വൈറസ് ന്യൂമോണിയ എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വൈറസ് അല്ല, ബാക്ടീരിയ ആണ് ന്യൂമോണിയ വരുത്തുന്നത് കേട്ടോ. ദെൻ 36, ഓസോൺ പാളിയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം. ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ CFCs ഓസോൺ പാളിയുടെ ശോഷണത്തിന് കാരണമാകുന്നത് ശരിയാണ്. സൂര്യൻ്റെ അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്ന് ഓസോൺ ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നു എന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും ട്രോപ്പോസ്ഫിയറിലാണ് കാണുന്നതെന്ന് തെറ്റാണ്. ട്രോപ്പോസ്ഫിയറിലല്ല, സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളിയുടെ ഭൂരിഭാഗവും കാണുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കുക, ഓസോൺ പാളി കാണുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ദെൻ 37ാമത്തെ ചോദ്യം നോക്കാം. പെല്ലഗ്ര ഏത് ജീവകത്തിൻ്റെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ്. ഓപ്ഷൻ സി ജീവകം B3, വിറ്റാമിൻ B3യുടെ കുറവ് മൂലമാണ് പെല്ലഗ്ര എന്ന അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ അപര്യാപ്തത രോഗങ്ങൾ പ്രത്യേകം പഠിച്ചു വെച്ചോളാം. 38, ഒരു ലെൻസിൻ്റെ പവർ +2.5D ആണ്. ഇത് ഏതു ലെൻസ് ആണ്. ഇതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്. ഓപ്ഷൻ സി കോൺവെക്സ് ലെൻസ് ആണ്. 40 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഫോക്കസ് ദൂരം വരിക. ദെൻ 39, താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതലുള്ളത്. ഓപ്ഷൻ ഡി സ്റ്റീലിലാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്കറിയാം ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ സോളിഡ് പാർട്ടിക്കിളിലായിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ സോളിഡ് ആയിട്ടുള്ളത് സ്റ്റീലാണ്, അതുകൊണ്ടാണ് നമ്മളത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി സ്റ്റീൽ. ദെൻ 40, പ്രതലബലം S-ഉം ആരം 6ഉം ഉള്ള ഒരു സോപ്പ് കുമിളയുടെ ഉള്ളിലുള്ള അതിമർദ്ദം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 4S/R ആണ് വരിക കേട്ടോ, 4S/R. ദെൻ ISROയുടെ 3ാമത്തെ ചാന്ദ്രദൗത്യമായ ചാന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയത്. അഭിമാന പദ്ധതിയായിരുന്നു ചന്ദ്രയാൻ 3 അല്ലേ. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ ഡേറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. 2023 ഓഗസ്റ്റ് 23 ആണ്. അപ്പോൾ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതും ഇറങ്ങിയതും ഒക്കെ ഒന്ന് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ദെൻ
ലവണങ്ങളുടെ ജലീയ ലായനിയുടെ pH മൂല്യം താഴെ കൊടുത്തിട്ടുണ്ട്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 1 NH4Cl ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കുറവാണ്. ദെൻ 3 CH3COONA ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. രണ്ടാമത്തത് NaNO3 ജലീയ ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണ് എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ താഴെ കൊടുത്ത രാസപ്രവർത്തനങ്ങളിൽ റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. CaCO3 gives CaO plus CO2 എന്നതാണ് റിഡോക്സ് പ്രവർത്തനം അല്ലാത്തത്. ബാക്കിയെല്ലാതും റിഡോക്സ് പ്രവർത്തനമാണ്. അപ്പോൾ എന്താണ് റിഡോക്സ് പ്രവർത്തനം? റിഡക്ഷനും ഓക്സിഡേഷനും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് റിഡോക്സ് പ്രവർത്തനം. ദെൻ 44 കോളം 1ലെ മൂലകങ്ങളെ കോളം 2ലെ അവയുടെ പോളിംഗ് സ്കെയിലിലെ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുമായി ചേരുംപടി ചേർത്ത് എഴുതിയാൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ളത്. ബോറോൺ 2 ആണ് വരിക. കാർബൺ 2.5, ദെൻ നൈട്രജൻ 3, ബെറിലിയം 1.5. ഓപ്ഷൻ ഡി. ദെൻ 45 2023 രസതന്ത്രത്തിന് നോബൽ പ്രൈസ് ലഭിച്ച കണ്ടുപിടുത്തം ഏതെന്നാണ് ചോദ്യം. വളരെ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ ബി ആണ്, ക്വാണ്ടം ഡോട്ട്സ് ആണ്. ദെൻ 46 നോബൽ പ്രൈസുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഒരു 1-2 കൊല്ലത്തെ നോബൽ പ്രൈസ് എങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വയ്ക്കുക. എന്തിനാണ് ആ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളതെന്നും പ്രത്യേകം പഠിച്ചു വയ്ക്കുക. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് തന്നെ ചോദ്യം വരും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആ പേരുകൾ മാത്രം പഠിച്ചു വെച്ചുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അതായത് 46 നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉമാണ് ശരി. 1847 ഹെർമൻ ഗുണ്ടർട്ട് ആദ്യത്തെ മലയാള പത്രം രാജ്യസമാചാരം ആരംഭിച്ചു. ദെൻ 2 മലയാളത്തിലെ രണ്ടാമത്തെ പത്രം പശ്ചിമോദയം ഹെർമൻ ഗുണ്ടർട്ട് 1847 ആരംഭിച്ചു. അപ്പോൾ ആദ്യത്തെയും രണ്ടാമത്തെയും പത്രം ആരംഭിച്ചത് ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. അത് രണ്ടും 1847 തന്നെയാണ്. ആദ്യ രാജ്യസമാചാരവും രണ്ടാമത് പശ്ചിമോദയവുമാണ്. അത് രണ്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹെർമൻ ഗുണ്ടർട്ട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ലണ്ടൻ മിഷൻ സൊസൈറ്റിയിൽ അംഗമായിരുന്നു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമുക്കറിയാം ലണ്ടൻ മിഷൻ സൊസൈറ്റിയും ചർച്ച് മിഷൻ സൊസൈറ്റിയും ഒക്കെ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച സംഘടനകളാണ്, അല്ലെങ്കിൽ മിഷണറീസാണ്. ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരി മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നത്. ഒന്ന് ആലോചിച്ച് വെച്ചാൽ നമുക്ക് കിട്ടും. 47 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരി എന്നാണ് ശരിയായിട്ടുള്ളത്. ഫ്രാൻസിലെ പാരീസിൽ 2024 നടന്ന ഒളിമ്പിക്സിൽ ഇന്ത്യ 1 വെള്ളി മെഡലും 5 വെങ്കല മെഡലുമായി മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്തായിരുന്നു. 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും പുരുഷ ഹോക്കി ടീമിൽ ഗോൾ കീപ്പറായിരുന്ന മലയാളിയായ PR ശ്രീജേഷ്. ദെൻ ഭാരതത്തിലെ 4ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ 2019 3ാമത്തെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 2025 PR ശ്രീജേഷിന് ലഭിച്ചു. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയാണ്, ഒന്നും തെറ്റായിട്ടില്ല. ദെൻ 48 താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വംശനാശത്തിൻ്റെ വക്കിലെത്തിയ കഥകളി, കൂടിയാട്ടം, മോഹിനിയാട്ടം മുതലായ കലകളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് പ്രശസ്തമാണ് കേരള കലാമണ്ഡലം. കേരള കലാമണ്ഡലത്തെ 2006 ഇന്ത്യ ഗവൺമെൻറ് ഡീംഡ് യൂണിവേഴ്സിറ്റിയായി പ്രഖ്യാപിച്ചു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായിട്ടുള്ളതാണ് കേട്ടോ. നാലാപ്പാട്ട് നാരായണ മേനോനും മുകുന്ദരാജയും ചേർന്ന് 1930 കേരള കലാമണ്ഡലം തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥാപിച്ചു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. തൃശ്ശൂർ ജില്ലയിൽ ഭാരതപ്പുഴയുടെ തീരത്തും ഒക്കെ തന്നെയാണ്. പക്ഷേ നാലാപ്പാട്ട് നാരായണ മേനോനല്ല, വള്ളത്തോൾ നാരായണ മേനോനാണ് സ്ഥാപിച്ചത്. 49 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, എല്ലാം ശരിയാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം 55ാമത് ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ദെൻ മലയാളത്തിൽ അവസാനമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ്. അപ്പോൾ 2019 55ാമത്തെ ജേതാവാണ് അദ്ദേഹം. ദെൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്നീ വരികൾ അക്കിത്തത്തിൻ്റെ 20ാം നൂറ്റാണ്ടിലെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിൽ ആദ്യമായി ലഭിച്ചത് G ശങ്കരക്കുറുപ്പിനാണ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയായിട്ടുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ ലഭിച്ച മലയാളികളെ ഒന്ന് പ്രത്യേകം ഓർത്തു വയ്ക്കുക. G ശങ്കരക്കുറുപ്പിൽ തുടങ്ങി അക്കിത്തം അച്യുത നമ്പൂതിരിയിൽ വരെ അവസാനിച്ചിട്ടുള്ള 6 പേർക്ക് നമുക്ക് മലയാളത്തിൽ ജ്ഞാനപീഠം ലഭിച്ചിട്ടുണ്ട്. ദെൻ 50
താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ്, ശരിയായിട്ടുള്ളതാണ്. ദെൻ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായി പ്രവർത്തിച്ചിരുന്നത് കെ രാമകൃഷ്ണ പിള്ളയാണ്, അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒന്നാമത്തത് തെറ്റാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലബാർ മുസ്ലിം മഹാജനസഭ രൂപീകരിച്ചു എന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. 51ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഇനി മാത്സിലെ ചോദ്യങ്ങളാണ്, ജസ്റ്റ് ഉത്തരം മാത്രം പറഞ്ഞു പോകാം. ഒറ്റയാനെ കണ്ടെത്തുക എന്നാണ് പറയുന്നത്. 59, 69, 79, 89. ഇതിൽ 69 ഇവിടെ ഒറ്റയാനായിട്ടുള്ളത്. 52, 11 മുതൽ 49 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക ഓപ്ഷൻ എ ആണ്, 600 വരിക കേട്ടോ. 53, താഴെ തന്നിരിക്കുന്ന സംഖ്യയുടെ മീഡിയൻ കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 4.20, 6.42, 3.16, 4.60, 2.12, 5.21 ഈ സംഖ്യകളുടെയൊക്കെ മീഡിയൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 4.40 ഇവിടെ ഉത്തരം, ഓപ്ഷൻ ഡി. മീഡിയൻ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് പരീക്ഷകളിലായിട്ട് ഇങ്ങനെ ചോദിച്ച് കാണാനുണ്ട്. അവസാനം നടന്നിട്ടുള്ള കുറച്ച് പരീക്ഷകളിൽ മീഡിയൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മീഡിയനും മോഡും ഒക്കെ കാണാൻ ഉള്ളത് പഠിച്ചു വയ്ക്കുക. ദെൻ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. 123 - 2 ഹോൾ റൈസ് ടു 1/2 ഇൻറ്റു 78 + 3 ഹോൾ റൈസ് ടു 1/4 ഡിവൈഡഡ് ബൈ 243 ഹോൾ റൈസ് ടു 1/5 ആണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് അവിടെ വരിക, 11 ഉത്തരമായിട്ട് വരിക കേട്ടോ. ദെൻ ഡോഗ് ഈക്വൽ ടു 274, ക്യാറ്റ് ഈക്വൽ ടു 358 ആയാൽ ഗോട്ട് ഈക്വൽ ടു എന്താണെന്നാണ് ചോദ്യം. ഗോട്ട് ഒരു പ്രത്യേക കോഡ് തന്നിട്ടാണ്. അവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ട് വരിക, 4758 എന്നാണ് വരിക. ഗോട്ട് ഈക്വൽ ടു 4758. ദെൻ 56, 22/1/6 + 7/1/6 - 3/1/6 ഈക്വൽ ടു ഓപ്ഷൻ എ 26/1/6 വരിക. ദെൻ 57, ഒരു പരീക്ഷ പാസ്സാവാൻ 60% മാർക്ക് വേണം. നീതുവിന് 180 മാർക്ക് കിട്ടി. നീതുവിന് പാസ്സാകാൻ 60 മാർക്കിൽ കുറവുണ്ട് എങ്കിൽ പരീക്ഷയുടെ ആകെ മാർക്ക് എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, 400 ശരി. 58ാമത്തെ ചോദ്യം. ഒരു ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചി 4 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ക്ലോക്കിലെ സമയം 2 മണി 10 മിനിറ്റിൽ നിന്ന് 2 മണി 25 മിനിറ്റിലേക്ക് മാറിയാൽ മിനിറ്റ് സൂചിയുടെ അഗ്രം സഞ്ചരിച്ച ദൂരം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, 6.28 സെൻറ്റിമീറ്റർ. ദെൻ 59, അരുൺ തൻ്റെ വീട്ടിൽ നിന്ന് നേരെ കിഴക്കോട്ട് 6 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് നേരെ വലത്തോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം നേരെ വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിച്ചു. അവിടെ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് 6 കിലോമീറ്റർ സഞ്ചരിക്കുന്നു എങ്കിൽ തൻ്റെ വീട്ടിൽ നിന്ന് എത്ര കിലോമീറ്റർ അകലെയാണ് അരുൺ ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 10 കിലോമീറ്റർ അകലെയാണ്. ദെൻ 60, ഒരു അഡ്രസ്സ് തന്നിട്ടുണ്ട്. മുഹമ്മദ് നസീം, നസ്രിയ മൻസിൽ, PO ബോക്സ് നമ്പർ 10, 160, നവി, മുംബൈ. തുല്യമായത് കണ്ടെത്തുകയാണ്. ഇതേ ചോദ്യം കഴിഞ്ഞ 2 പരീക്ഷകളുടെ മുന്നേ നമുക്ക് ഇതേപോലത്തെ ചോദ്യം തന്നിട്ടുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ പരീക്ഷയ്ക്കാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചോദ്യങ്ങൾ മുൻ പരീക്ഷകളിലൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ സ്ഥിര പാറ്റേൺ ആയിട്ടാണ്. ചിലപ്പോൾ നമ്മുടെ കുറച്ച് സമയം കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇത്. ഓപ്ഷൻ സി ആണ് ഇവിടെ തുല്യമായിട്ട് വരുന്നത്. ഓരോന്നൊന്നും നോക്കി നോക്കുക. ചിലപ്പോൾ ഇയും എയും സെഡും എസും ഒക്കെ മാറിയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. ചിലപ്പോൾ 0.6 എന്നുള്ളത് 6.0 എന്ന് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഉത്തരം കിട്ടും. 60 ഓപ്ഷൻ സി. 61 ഇനി സ്പെഷ്യൽ ടോപ്പിക്കാണ്. ഭാരതീയ ന്യായ സംഹിത BNS നിലവിൽ വന്ന വർഷം 2024. നമുക്കറിയാവുന്ന ഒരു ചോദ്യമാണ്. കറണ്ട് അഫെയർ ആയിട്ട് റിലേറ്റ് ചെയ്തതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. നമുക്ക് കറണ്ട് അഫെയർ വരുന്ന SI പരീക്ഷകൾക്കൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കറണ്ട് അഫെയറും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്ക് SI പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ പ്രത്യേകം പഠിച്ചു വെച്ചോളുക. ഈ ഭാഗങ്ങളൊക്കെ നിർബന്ധമായിട്ടും പഠിക്കുക. ഈ ഒരു മോഡൽ ആയിരിക്കില്ല SI പരീക്ഷയുടെ ചോദ്യങ്ങൾ, കുറച്ചുകൂടി കഠിനമായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ദെൻ 62, ഓഫൻസ് കുറ്റം എന്നതിൻ്റെ BNS അനുസരിച്ചുള്ള അർത്ഥം ഓപ്ഷൻ സി ആണ്. BNS പ്രകാരം ശിക്ഷയ്ക്ക് വിധേയമായ പ്രവൃത്തിയാണ് കുറ്റം എന്നത്. ദെൻ BNS പ്രകാരം ട്രിഫിൽസ് എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി നിസാരമായ ശ്രദ്ധിക്കേണ്ടതില്ലാത്ത പ്രവൃത്തികളാണ് കേട്ടോ. ദെൻ 64, BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതി ഓപ്ഷൻ ഡി നിർബന്ധിത സാമൂഹിക പ്രവർത്തനമാണ്. BNSൽ പുതുതായി ഉൾപ്പെടുത്തിയ ശിക്ഷാരീതിയാണ് നിർബന്ധിത സാമൂഹിക പ്രവർത്തനം. ദെൻ 65, ഭാരതീയ ന്യായ സുരക്ഷാ സംഹിത BNSS പ്രകാരം സമൻസ് അയക്കാൻ അധികാരമുള്ളത് ആർക്കാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി കോടതികൾക്കാണ് സമൻസ് അയക്കാൻ അധികാരമുള്ളത്. ദെൻ 66, BNSS വകുപ്പുകൾ
168, 170 മുതൽ 172 വരെ പ്രകാരമുള്ള നടപടികളുടെ പ്രധാന ലക്ഷ്യം എന്താണ്? ഓപ്ഷൻ ബി കുറ്റകൃത്യം സംഭവിക്കാതെ തടയുക എന്നതാണ് ഓപ്ഷൻ ബി. ദെൻ 67 BNSS പ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത് എത്ര സമയത്തിനുള്ളിലാണ്? ഓപ്ഷൻ ബി ഉടൻ തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 68 ഭാരതീയ സാക്ഷ്യ അധിനിയം BSA പ്രകാരം എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത് ഏതു വകുപ്പിലാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 2. സെക്ഷൻ 2ലാണ് എവിഡൻസ് എന്ന പദം നിർവചിക്കുന്നത്. ദെൻ 69 സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമം. ഓപ്ഷൻ സി ചീഫ് ക്രോസ് റേ എന്നതാണ് കേട്ടോ. സാക്ഷിയെ ചോദ്യം ചെയ്യാനുള്ള ശ്രമമാണ് ചീഫ് ക്രോസ് റേ. ദെൻ 70 കേരള പോലീസ് ആക്ടിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുമാറ്റത്തെക്കുറിച്ച് വിവരിക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ സെക്ഷൻ 29ലാണ്. ദെൻ 79 കേരള പോലീസ് ആക്ട് 98-ാം വകുപ്പ് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? ഓപ്ഷൻ സി ജില്ലാ പോലീസ് മേധാവിയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറെ നിയമിക്കുന്നത്. ദെൻ 72 കേരള പോലീസ് ആക്ട് 117-ാം വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ഉള്ള പരമാവധി ശിക്ഷ. ഓപ്ഷൻ ഡി 3 വർഷം തടവാണ് കേട്ടോ. കേരള പോലീസ് ആക്ട് 117-ാം വകുപ്പ് പ്രകാരം പോലീസിൻ്റെ ചുമതലകളിൽ ഇടപെടുന്നതിന് ഉള്ള പരമാവധി ശിക്ഷ ഓപ്ഷൻ ഡി 3 വർഷം തടവാണ്. ദെൻ 73 വിവരാവകാശ നിയമത്തിൽ സെക്ഷൻ 11 പ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്താൻ കഴിയുക? ഓപ്ഷൻ ബി പൊതുവിവര ഓഫീസർ അത് പൊതു താൽപ്പര്യമാണെന്ന് കരുതുകയും മൂന്നാം കക്ഷിക്ക് പ്രാതിനിധ്യം നൽകാൻ അവസരം നൽകുകയും ചെയ്താലാണ്. ദെൻ 78 IT ആക്ട് സെക്ഷൻ 66F ഏത് സാഹചര്യത്തിലാണ് ചുമത്തുന്നത്? ഓപ്ഷൻ ബി ഒരു വ്യക്തി സംരക്ഷിത സിസ്റ്റങ്ങളിലേക്ക് അനധികൃതമായി ആക്സസ് നേടുകയും ദേശീയ സുരക്ഷയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് 66F. ദെൻ 75 ഒരു പത്രപ്രവർത്തകൻ ക്യാബിനറ്റ് പേപ്പറുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അഭ്യർത്ഥിക്കുന്നു, പക്ഷേ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിരസിക്കുന്നു. RTI നിയമത്തിൽ ഏത് വകുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇളവ് ന്യായീകരിക്കാൻ സാധ്യത? ഓപ്ഷൻ എ വകുപ്പ് 8(1)(1) ദെൻ 76 IT ആക്ട് 2000 67B വകുപ്പ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി കുട്ടികൾ ഉൾപ്പെടുന്ന ലൈംഗികത പ്രകടമാക്കുന്ന ഉള്ളടക്കം പ്രസിദ്ധീകരിക്കലാണ് 67B വകുപ്പ്. IT ആക്ടിലെ 67B വകുപ്പ്. ദെൻ 77 NDPS നിയമപ്രകാരം ഒരു വ്യക്തി മനഃപൂർവ്വം തൻ്റെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിക്കാൻ അനുവദിച്ചാൽ നിയമപരമായി എന്തു സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് മയക്കുമരുന്ന് കുറ്റകൃത്യത്തിനായി പരിസരം ഉപയോഗിക്കാൻ അനുവദിച്ചതിന് വകുപ്പ് 25 പ്രകാരം അവർ ബാധ്യസ്ഥരാണ് എന്നാണ്. ദെൻ 78 ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് NDPS ആക്ടിൻ്റെ വകുപ്പ് 31A ചുമത്താൻ സാധ്യതയുള്ളത്? ഓപ്ഷൻ സി വാണിജ്യ അളവിലുള്ള മരുന്നുകൾ ഉൾപ്പെടുന്ന ആവർത്തിച്ചുള്ള കുറ്റകൃത്യമാണ് ഓപ്ഷൻ സി. ദെൻ 79 വകുപ്പ് 3 പോക്സോ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് നുഴഞ്ഞുകയറ്റ ലൈംഗിക അതിക്രമം ആയി കണക്കാക്കുന്നത്? ഓപ്ഷൻ സി ആണ് ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ഏതെങ്കിലും വസ്തു തിരുകലാണ് ഓപ്ഷൻ സി. ദെൻ 80 പോക്സോ നിയമത്തിലെ വകുപ്പ് 22 തെറ്റായ പരാതി ഫയൽ ചെയ്യുന്നതിനുള്ള ശിക്ഷ നൽകുന്നു. ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി. ഒരു കുട്ടി നൽകുന്ന തെറ്റായ പരാതികൾ ശിക്ഷാർഹമല്ല. ദെൻ മലയാള ചോദ്യങ്ങൾ നോക്കാം. 81 സോമൻ, വിധു, ഇന്ദു ഇവ എന്തിൻ്റെ പര്യായമാണ്? ഏതിൻ്റെ പര്യായ പദങ്ങളാണ്? ഓപ്ഷൻ എ ആണ് ചന്ദ്രൻ്റെ പര്യായ പദങ്ങളാണ് സോമൻ, വിധു, ഇന്ദു എന്നിവർ. ദെൻ തെറ്റായ പദമാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ഡി ആണ് തെറ്റ്. വൃശ്ചികം എന്നതാണ് തെരി. വൃശ്ചികത്തിന് ഷായും ഛായുമാണ് വരിക കേട്ടോ. ഇവിടെ ഐച്ഛികം, യാദൃച്ഛികം, അനാച്ഛാദനം ഇതിലെ ശ്രദ്ധിച്ചു വയ്ക്കുക. എങ്ങനെയാണ് അതൊക്കെ എഴുതുന്നത്? അതൊക്കെ ശരിയായിട്ടുള്ള വാക്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. 83 നാഗം കായാണ്, സാധാരണ കായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നാഗം എന്നതിൻ്റെ വിപരീത പദം നരകമാണ്. വിപരീത പദമാണ് നരകം. അപ്പോൾ നാഗം എന്നാൽ സ്വർഗം എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം 84ാമത്തെ ചോദ്യം ചെയ്യേണ്ടതു ചെയ്ത എന്നർത്ഥം വരുന്ന പദം ഓപ്ഷൻ ബി കൃതകൃത്യ എന്നതാണ്. ദെൻ 85 ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക എന്നാണ്. ഓരോരുത്തർക്കും ഓരോ പുസ്തകം കൊടുക്കണം എന്നതാണ് ശരിയായിട്ടുള്ളത്. ഓരോരുത്തർക്കും പ്രത്യേകമായി ഓരോ പുസ്തകം കൊടുക്കണം എന്നത് ആവശ്യമില്ല. പ്രത്യേകമായി എന്നത് പറയേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഓരോ പുസ്തകം കൊടുക്കണമെന്ന് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഓരോരുത്തർക്കും പ്രത്യേകമായി പുസ്തകങ്ങൾ കൊടുക്കണമെന്ന് പറയണം. പ്രത്യേകമായി പുസ്തകം കൊടുക്കണം എന്ന് പറഞ്ഞാൽ മതി. പുസ്തകങ്ങൾ കൊടുക്കണമെന്ന് പറയണം. 86 നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദം എന്നാണ് കേട്ടോ. നിദ്വാനം എന്ന പദത്തിൻ്റെ അർത്ഥം ശബ്ദം ഓപ്ഷൻ ബി.
87 എരിതീയിൽ എണ്ണയൊഴിക്കുക എന്ന ശൈലിയുടെ ഉചിതമായ പരിഭാഷ ഏത്? ഓപ്ഷൻ എ ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ടു ആഡ് ഫ്യൂവൽ ടു ദ ഫയർ. ദെൻ 88 താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ ബഹുവചന രൂപമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം, WCPO ചോദ്യ പേപ്പറിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ബഹുവചന പ്രത്യയം അല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻസിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിൽ പോലും ചോദ്യം സെയിം ആണ്. ഇപ്പോൾ മക്കൾ, അവിടെ ബഹുവചന രൂപമല്ലാത്തത് ഏതെന്ന് തന്നിട്ട് പൂജക ബഹുവചനങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മക്കൾ, ആണുങ്ങൾ, അമ്മമാർ, പെങ്ങൾ എന്നാണ് തന്നിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ. പെങ്ങൾ എന്നാൽ ബഹുവചന പ്രത്യയം അല്ല കേട്ടോ. പെങ്ങൾ എന്നാൽ ഏകവചനം തന്നെയാണ്. ദെൻ 89 ജഗൻ മനസ്സ് പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി ആണ്. ജഗത് പ്ലസ് മനസ്സാണ് ജഗൻ മനസ്സ് എന്നത്. ജഗത് പ്ലസ് മനസ്സ്, ഓപ്ഷൻ ബി. ദെൻ 90 ആലത്തൂർ കാക്ക എന്ന ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ സി ആശിച്ചു കാലം കഴിയുന്നവനാണ് ആലത്തൂർ കാക്ക. ഒറ്റുകാരൻ, അഞ്ചാം പത്തി എന്നൊക്കെ പറയും നമ്മൾ. 91 ഐഡൻറ്റിഫൈ ദ വേർഡ് വിത്ത് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൺസെൻസസ് ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. CONSENSUS ആണ് കൺസെൻസസ്. ദെൻ 92 വിച്ച് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് കാക്ടസ്. CACTUS കാക്ടസ്. ഓപ്ഷൻ എ കാക്ടേ ആണ്. CACTI ആണ്. CACTI. ദെൻ 93 ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഐ നീഡ് ഡാഷ് ന്യൂ ലാപ്ടോപ്സ് ഫോർ മൈ വർക്ക്. ഓപ്ഷൻ എ ആണ് ശരി. എ എന്ന് തന്നെയാണ് വരിക. ഐ നീഡ് എ ന്യൂ ലാപ്ടോപ്പ് ഫോർ മൈ വർക്ക്. ദെൻ 94 ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ വെർബ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഓപ്ഷൻ എ ആണ്. ഈസ് ആണ് കേട്ടോ. നെയ്തർ ദ ടീം നോർ ദ കോച്ച് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്. നെയ്തർ ദ ടീം നോർ ദ കോച്ച്. നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ നോർ സെക്കൻഡ് ആയിട്ട് വരുന്ന ആളാരാണോ അതിനനുസരിച്ചിട്ടാവും അടുത്തത് വരിക. നെയ്തർ ദ ടീം നോർ ദ കോച്ച്. കോച്ച് എന്നത് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ഈസ് വന്നിട്ടുള്ളത്. കോച്ച് ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ റിസൾട്ട്. ദെൻ 95 കൺവേർട്ട് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു പാസീവ് വോയിസ്. ഓപ്ഷൻ ബി എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. മൈ മദർ പ്രിപ്പയർഡ് എ ഡെലീഷ്യസ് മീൽ എന്നതിൻ്റെ പാസീവ് വോയിസ് ആണ്. എ ഡിലീഷ്യസ് മീൽ വാസ് പ്രിപ്പയർഡ് ബൈ മൈ മദർ. ദെൻ 96 ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ വരിക. വെൽ ആണ് വരിക. ഷീ പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ. ഷീ പെർഫോംഡ് വെൽ ഇൻ ദ ഡാൻസ് കോമ്പറ്റീഷൻ എന്നാണ് വരിക. 97 ഐഡൻറ്റിഫൈ ദ ആൻറ്റോണിം ഫോർ ദ വേർഡ് ബെനവലൻറ്റ്. ബെനവലൻറ്റിൻ്റെ ആൻറ്റോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ മാലവലൻ്റ് ആണ് കേട്ടോ. മാലവലൻറ്റ്. ദെൻ 98 വാട്ട് ഡസ് ATM കോമൺലി റെഫർ ടു ഇൻ ബാങ്കിങ്. ബാങ്കിങ്ങിൽ ATMൻ്റെ പൂർണ്ണരൂപം എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. മുൻകാലങ്ങളിൽ ഒരു സ്ഥിരം ചോദ്യമായിരുന്നു ഈ ATM. ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് ATMൻ്റെ ചോദ്യം. ദെൻ 99 വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഫോർ വൊറേഷ്യസ്. വൊറേഷ്യസിൻ്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഇൻസറ്റേബിൾ ആണ്. ഇൻസറ്റേബിൾ. ദെൻ 100 വിച്ച് സെൻറ്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഷീ ഡസിൻ ലൈക്ക് പിസ്സ ആണ് ശരിയായിട്ടുള്ളത്. ഷീ ഡോൺ ലൈക്ക് പിസ്സ എന്നതും ഷീ നോട്ട് ലൈക്ക് പിസ്സ, ഷീ ഈസ് നോട്ട് ലൈക്ക് പിസ്സ എന്നതൊക്കെ തെറ്റായിട്ടുള്ളതാണ് ഗ്രാമാറ്റിക്കലി. ഷീ ഡസിൻ ലൈക്ക് പിസ്സ എന്നതാണ് ശരിയായിട്ട് വരിക. അപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള CPO പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ചില ചോദ്യങ്ങളിൽ ഉത്തരം മാറി വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. വരുന്ന പരീക്ഷകൾ കൂടി SI പോലെയുള്ള പരീക്ഷകൾ നിങ്ങൾക്ക് ASM പരീക്ഷ വരാനുണ്ട്. 10th ലെവൽ ആയാലും തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയാലും തന്നെ മറ്റ് പരീക്ഷകൾക്കൊക്കെ ഈ പറയുന്ന പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കാരണം ചോദ്യങ്ങൾ പലതും റിപ്പീറ്റ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാം, സ്ഥിരമായിട്ട് നിങ്ങൾ ക്ലാസ്സുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യങ്ങൾ പലതും ഇന്നത്തെ ഈ ഒരു ചോദ്യപേപ്പറിലടക്കം നമ്മൾ കണ്ടു. അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ചോദ്യങ്ങൾ അതുപോലെ വന്നില്ലെങ്കിൽ പോലും കറക്റ്റ് അതേ ടോപ്പിക്കുകൾ വരും. ഇപ്പോൾ ഭരണഘടനാ ഭേദഗതിയിൽ 42ാം ഭേദഗതി നമ്മൾ ഇന്നും കണ്ടു. അതുപോലെ തന്നെ മലയാളത്തിൽ നമ്മൾ പല ചോദ്യങ്ങൾ കണ്ടു. ബഹുവചന പ്രത്യയം, ഏകവചന പ്രത്യയം, അങ്ങനത്തെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യ പേപ്പറുകൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഏത് ടോപ്പിക്കാണ് പഠിക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് കിട്ടും. അങ്ങനെ തന്നെ നമുക്കൊരു 10-50 മാർക്കോളം നമുക്ക് സംഘടിപ്പിക്കാൻ പരീക്ഷയിൽ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.